രാജേന്ദ്രനെ പാർട്ടിയിലെടുത്തതിൽ ഇടുക്കി ബിജെപിയിൽ ആഭ്യന്തര കലാപമാണ്. കണ്ട അണ്ടനെയും അടകോടനെയും അംഗീകരിക്കാനാവില്ലെന്ന ബിജെപി മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. എസ് രാജേന്ദ്രന് സ്വീകരണമൊരുക്കാൻ ആളെ കൊണ്ടുവന്നത് പണം മുടക്കിയാണെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് VP സാനുവിനെ മാറ്റിയത് ഏകാധിപത്യപരമായിട്ടാണെന്നും തനിക്കിട്ട് ഉണ്ടാക്കാമെന്ന് ആരും കരുതരുതെന്നും തന്റെ ഒപ്പം എത്ര പേരുണ്ടെന്ന് കാണിച്ചു തരാമെന്നും തനിക്കിനി പാർട്ടിയിൽ തുടരാനാവില്ലെന്നും ബാബു ജോർജ് പറയുന്നതും ശബ്ദരേഖയിലുണ്ട്. എസ് രാജേന്ദ്രനെ ഒപ്പം കൂട്ടാൻ ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ സംയുക്ത നീക്കം നടത്തിയത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും BJP നേതാക്കളാണ്. പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മലയോര മേഖലയായ ഇടുക്കിയിൽ നിന്ന് നേതാക്കളെയും പ്രവർത്തകരെയും BJPയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് 3 വർഷം മുൻപ് പദ്ധതി ആസൂത്രണം ചെയ്തത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പിന്നോക്ക ജില്ല കൂടിയായ ഇടുക്കിയിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ കണ്ടെത്തി പാർട്ടിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ നേതാക്കളും മുന്നിട്ടിറങ്ങി. കോൺഗ്രസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും കണ്ണിലുടക്കിയത് CPMുമായി തെറ്റിനിന്ന മുൻ MLA. തമിഴ്നാട്ടിലെ BJPയുടെ ദേശീയ നേതാവാണ് തന്നെ സമീപിച്ചതെന്ന് രാജേന്ദ്രൻ 2024 ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. 2025 നൽകിയ അഭിമുഖത്തിലാകട്ടെ കോൺഗ്രസിന്റെ 3 സംസ്ഥാന നേതാക്കൾ തന്നോട് സംസാരിച്ചെന്നാണ് രാജേന്ദ്രൻ വെളിപ്പെടുത്തിയത്. തങ്ങളാണ് രാജേന്ദ്രനെ അങ്ങോട്ട് സമീപിച്ചതെന്നാണ് ചർച്ചകൾക്ക് കേരളത്തിൽ നിന്ന് നേതൃത്വം നൽകിയ BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞത്. ആദ്യം രാജേന്ദ്രനുമായി ഫോണിൽ തുടങ്ങിയ ചർച്ച പിന്നീട് വീട്ടിലേക്കെത്തി. BJPയുടെ തമിഴ്നാട്ടിലെ നേതാക്കൾ അടക്കം ഒന്നിലേറെ തവണ അതീവ രഹസ്യമായി വീട്ടിലെത്തി രാജേന്ദ്രനുമായി ചർച്ച നടത്തി. ആദ്യ ചർച്ചകളിൽ രാജേന്ദ്രൻ മനസ്സ് പൂർണ്ണമായും തുറന്നില്ല. സസ്പെൻഷൻ പിൻവലിച്ചാൽ CPMൽ തന്നെ തുടരാമെന്നായിരുന്നു ചിന്ത. MV ഗോവിന്ദനെ കണ്ട് നേരിട്ട് കാര്യം അവതരിപ്പിച്ചെങ്കിലും സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ കാര്യമായ ഉറപ്പൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയെത്തുന്നത് നിരീക്ഷിച്ചിരുന്ന BJP അവിടെയും ഇടപെട്ടു. ഈ സമയത്താണ് PK കൃഷ്ണദാസ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുന്നത്. ആഞ്ഞു പിടിച്ചാൽ രാജേന്ദ്രൻ എത്തിയേക്കുമെന്ന് ഉറപ്പായതോടെയായിരുന്നു ഇത്തരമൊരു നീക്കം. മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് ഇടുക്കിയിലെ BJPയുടെ പല പ്രാദേശിക നേതാക്കളും ഇത്തരമൊരു സംഭവം അറിഞ്ഞത് തന്നെ. കാര്യങ്ങൾ പരമാവധി രഹസ്യമാക്കി വെക്കാൻ നേതാക്കൾ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. CPM പൂർണ്ണമായും തഴഞ്ഞതോടെ രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയും ചർച്ചകളുടെ ഭാഗമായി. തിരുവനന്തപുരത്ത് പലവട്ടമെത്തി പ്രകാശ് ജാവേദ്കർ അടക്കമുള്ളവരെയും കണ്ടു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയ ശേഷം ഒരിടവേളയ്ക്ക് പിന്നാലെ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചു. കയ്യും വീശുതാൻ BJPയിൽ വരുന്നതിനേക്കാൾ ഇടുക്കിയുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തുകയും അതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവാങ്ങിയുമാണ് രാജേന്ദ്രന്റെ ഒടുവിലത്തെ എൻട്രി. എല്ലാത്തിനും ഒടുവിൽ പ്രതിഷേധവും അമർഷവും. ഇടുക്കിയിലെ സംഭവ വികാസങ്ങൾ BJPക്ക് മുന്നറിയിപ്പാണ്. സംഘടനയെ ബലപ്പെടുത്താതെ രഹസ്യ നീക്കങ്ങളിലൂടെ നേതാക്കളെ ഇറക്കുമതി ചെയ്ത് രാഷ്ട്രീയം നടത്തുന്നത് അവസാനം പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാജേന്ദ്രന്റെ എൻട്രിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവമെന്നും പറയാനാവില്ല. പ്രാദേശിക നേതൃത്വത്തെ പോലും അറിയിക്കാതെയുള്ള രഹസ്യ ചർച്ചകളും സംസ്ഥാന അതിർത്തി കടന്നുള്ള ഇടപെടലുകളും ദേശീയ നേതാക്കളുടെ നേരിട്ടുള്ള ഇടപെടലുമെല്ലാം പാർട്ടിയുടെ ഉൾക്കളിയാണെന്ന് തന്നെ പറയാം.